സിക്സ്ത് സ്റ്റാൻഡേർഡ് മാത്സ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് 1 മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദിസ് ഫിഗർ നോക്കുക. ഫിഗർ നോക്കിയിട്ട് അവിടെ നമുക്ക് 90 ഡിഗ്രിന്നും 60 ഡിഗ്രിന്നും തന്നിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗിവൺ ബിലോ ആർ എ ഫ്യൂ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദ ഫിഗർ. നമ്മുടെ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. വൺ ആംഗിൾ ഇൻ ദിസ് ഫിഗർ ഈസ് മോർ ദാൻ റൈറ്റ് ആംഗിൾ. അപ്പോൾ ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്തുള്ള ഒരു ആംഗിൾ എന്താണ്? 90നേക്കാളും കൂടുതലാണ്. റൈറ്റ് ആംഗിളിനേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ 90നേക്കാളും കൂടുതലാണ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ്, 3 ആംഗിൾസ് ഇൻ ദിസ് ഫിഗർ ആർ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ. ഇതിനകത്തുള്ള 3 എണ്ണം റൈറ്റ് ആംഗിളിനേക്കാളും കുറവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം 90 ആണ്. നിങ്ങൾ ഇതിൻ്റെ മെഷർമെൻറ്റ് പ്രൊട്രാക്ടർ വെച്ചിട്ട് എടുത്ത് വെക്കാം. ഇവിടെ 75 ആണ് വരിക, ഇത് 135, ഇവിടെ 60, ഇവിടെ 90. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 3 ആംഗിൾസ് ഇൻ ദിസ് ഫിഗർ ആർ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒരെണ്ണം 135 കിട്ടിയിട്ടുണ്ട്, ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണം മാത്രമേ എന്തുള്ളൂ 90ൽ കുറവായിട്ട് വരുന്നുള്ളൂ. ഇവിടെ 3 എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് റോങ് ആണ്. 2 ആംഗിൾസ് ഇൻ ദിസ് ഫിഗർ ആർ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ. രണ്ടെണ്ണം 90ൽ കുറവാണ്, റൈറ്റ് ആംഗിളിനേക്കാൾ രണ്ടെണ്ണം കുറവാണ്, ഇത് രണ്ടും കുറവാണ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? നമുക്കറിയാം 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ബി ഓപ്ഷൻ 1 and 3 ആർ കറക്റ്റ്. മെഷർ ആൻഡ് റൈറ്റ് ദ ലാർജസ്റ്റ് ആംഗിൾ ഇൻ ദ എബോവ് പിക്ചർ. 135 ഡിഗ്രിയാണ് വരിക. അതിൻ്റെ അതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് 135 ആണ്. സി ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഫിഗർ ബിലോ വിത്ത് ദ ഗിവൺ മെഷർമെൻറ്റ്. നമ്മൾ ഇതുപോലുള്ള മെഷർമെൻറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക? ആദ്യം 10 സെൻറ്റിമീറ്റർ എടുക്കുക, എന്നിട്ട് മിഡിൽ ഇവിടെ വെച്ചിട്ട് 60 ഡിഗ്രി ഇങ്ങോട്ടേക്കും ഇവിടുന്നും 60 ഡിഗ്രി എടുക്കുക. അത് ജോയിൻ ചെയ്യുന്നത് മാത്രം ചെയ്താൽ മതി. അതുപോലെ ഈ 5ൻ്റെ ഇങ്ങേ ഭാഗത്ത് നിന്ന് 45ഉം ഇങ്ങേ ഭാഗത്ത് നിന്ന് 45ഉം എടുക്കുക. ജസ്റ്റ് ജോയിൻ ചെയ്യുന്നവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുക. അധികം വരുന്ന ലൈൻസ് അധികം വരുന്നുണ്ട്, അതുകൊണ്ട് റബ്ബ് ചെയ്ത് കളഞ്ഞാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ പിക്ചർ ബിലോ ആൻഡ് ഷെയ്ഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. നിങ്ങൾ ആ ഒരു ഫിഗർ വരച്ചിട്ട് അതെന്ത് ചെയ്യുക? ഭംഗിയായിട്ട് കളർ ചെയ്യുക. 1/6 ഓഫ് ദ സർക്കിൾ ബിലോ ഈസ് ഷെയ്ഡഡ്. അതിന് 1/6 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ആംഗിൾ ഷെയ്ഡഡ് പാർട്ട്. ഷെയ്ഡഡ് പാർട്ട് എന്ന് പറഞ്ഞത് 360 ഡിവൈഡഡ് ബൈ, നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എത്ര പാർട്ടാണെന്നാണ് ചോദിക്കുന്നത്. 360 ഡിവൈഡഡ് ബൈ 6 ആണ്, ഒരു 1 പാർട്ടാണ് അല്ലേ. നമുക്കതിൻ്റെ അകത്ത് പറഞ്ഞത് നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആംഗിൾ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആംഗിൾ എന്നാണ് ചോദിക്കുന്നത്. ആംഗിൾ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മളതിൻ്റെ പാർട്ട് 1/6 ആണെങ്കിലും ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് 360/6, 360നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇൻറ്റു ചെയ്യുമ്പോൾ ഒക്കെ വലിയ നമ്പറാണ് വരിക, അത് ആദ്യം മനസ്സിലാക്കാം. നമ്മൾ അവിടെ ഒരു ചെറിയൊരു ആംഗിളാണ് വരുള്ളൂ. ഈ ആംഗിൾ 60 ഡിഗ്രിയാണ് വരിക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിലേറ്റഡ് ടു ദ ഷെയ്ഡഡ് പാർട്ട് ഓഫ് ദ സർക്കിൾ. ഇപ്പോൾ സർക്കിളിൻ്റെ ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് 108 ആണ്. 108/360 എന്ന് പറഞ്ഞാൽ അതിനെ ഷോർട്ടാക്കി കഴിഞ്ഞാൽ 3/10 ആണ് വരിക. അതായത് ഇവിടുത്തെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബി ക്വസ്റ്റ്യൻ, ഡ്രോ എ സർക്കിൾ ആൻഡ് ഷെയ്ഡഡ് ഇറ്റ്സ് 4/9 പാർട്ട്. സർക്കിളിനെ 9 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, 4 പാർട്ട് കളർ ചെയ്യാം. അതായത് നമ്മളവിടെ നോക്കേണ്ടത് 4 പാർട്ട് 4/9 പാർട്ടാണ് ചെയ്യേണ്ടത്. ഇനി നമ്മളോട് ചോദിക്കുന്നത് അവിടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആംഗിൾ എന്ന് പറയുമ്പോൾ 160 ആണ്. അപ്പോൾ ഡ്രോ എ സർക്കിൾ ആൻഡ് ഷെയ്ഡഡ് ഇറ്റ്സ് 4/9 പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 9 പീസ് എടുത്തിട്ട് 4 പാർട്ട് കളർ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം? ഒരു റേഡിയസ് വരഞ്ഞിട്ട് 160 ഡിഗ്രി ഡയറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാനും പറ്റും. അങ്ങനെയും ചെയ്യാം. എ ഫ്യൂ ആപ്പിൾസ് വിത്ത് ദ സെയിം സൈസ് ഈച്ച് കട്ട് ഇൻ ടു 4 പാർട്സ് ആർ കെപ്റ്റ് ഇൻ എ ബൗൾ. എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട്, എന്നിട്ട് എന്ത് ചെയ്ത് സെയിം സൈസിലത് എല്ലാം കട്ട് ചെയ്തിട്ട് 4 പീസ് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബൗളിലിട്ട് വെച്ചിട്ടുണ്ട്. സുമേഷ് ടുക്ക് 9 പീസസ്. അപ്പോൾ ഒരു ആപ്പിൾ എടുത്തത് 4 പീസാണെങ്കിൽ 2 ആപ്പിൾ ആകുമ്പോൾ 8 പീസാവും. 8 പീസാവും. പിന്നെ ഒരു പീസ് എന്ത് ചെയ്യണം? നമ്മൾ മറ്റേ മൂന്നാമത്തതിൻ്റെ 4 ഭാഗത്തു നിന്ന് ഒരു പീസും കൂടി എടുക്കണം, എന്നാലേ 9 പീസാവുള്ളൂ. അപ്പോൾ ഹൗ മെനി ആപ്പിൾസ് ഡിഡ് സുമേഷ് ഗെറ്റ്? സുമേഷിന് കിട്ടിയത് എത്ര പീസാണ്? അപ്പോൾ 2 1/4. അതായത് നമ്മൾ 4 പീസാകുമ്പോൾ ഒരെണ്ണാവും, 8 പീസാകുമ്പോൾ 2 എണ്ണാവും. പിന്നെ വരുന്നത് 4 എണ്ണത്തിൽ ഒരെണ്ണമാണ് എടുക്കുന്നത്. അങ്ങനെയാണ് 9 പീസസ് വരിക. അപ്പോൾ 2 1/4.
ദിവ്യ got 3 1/4 apples. How many pieces did Divya take? ദിവ്യ എടുത്തിട്ടുള്ളത് 3 നമുക്കറിയാം. 1 4 2 8 3 12 പീസ് കിട്ടി. അപ്പോൾ അതിൻ്റെ 1/4 എന്ന് പറയുമ്പോൾ 13 പീസസ് ആണ്. ഹൗ മെനി ആപ്പിൾസ് ഡിഡ് ദിവ്യ ആൻഡ് സുമേഷ് ടേക്ക് ടുഗദർ? രണ്ടാളും കൂടി എടുത്തുള്ളത് 2 1/4 3 1/4 ആഡ് ചെയ്യുക. അപ്പോൾ 5 1/2 കിട്ടും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 14/5? 14/5 കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നോക്കുക. 1 × 5 5 5 + 4 9. മുകളിൽ 9 വരണം. അതല്ല. 10 × 5 50 + 4 54 വരണം. അതുമല്ല. ഇവിടെ നോക്കുക. 5 × 10 5 × 2 10 10 + 4 14 14/5 കറക്റ്റ് ആൻസർ. Look at the statement given below. Statement 4/20 is another form of 1/5. അത് കറക്റ്റാണ്. കാരണം 4/20 എന്ന് പറയുന്നത് 4/20 നമുക്ക് 4ൻ്റെ ടാബിളിലുള്ളതാണ്. ഇപ്പം 4/20 എന്ന് പറയുന്നത് നമുക്ക് 4 × 1 എന്നും എഴുതാം, 4 × 5 എന്ന് എഴുതാം. അപ്പോൾ ഇതും കട്ട് ചെയ്ത 1/5. അപ്പോൾ അത് കറക്റ്റാണ്. If both numerator and denominator of 4/20 are divided by the same number, we will get 1/5. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ നമ്പർ തന്നെ. ഇതായത് ഈ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ്, 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 ആണ്. അപ്പം നമ്മൾ സെയിം മൾട്ടിപ്ലൈ ആയിട്ടുള്ളത് കട്ട് ചെയ്ത പോലെ തന്നെ അങ്ങനെയും പറയാം. അതായത് ഇതിനെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും, 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 വരും. അങ്ങനെയും പറയാം. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 2 ആർ കറക്റ്റ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. റൈറ്റ് 2 ഫോംസ് ഓഫ് 1/2 ആൻഡ് 1/7. ദ സെയിം ഡിനോമിനേറ്റർ. ഇതിനെ രണ്ടിനെയും സെയിം ഡിനോമിനേറ്റർ ആക്കിയിട്ട് മാറ്റണം. സെയിം ഡിനോമിനേറ്റർ ആക്കി മാറ്റാൻ ഒരെണ്ണം 7/14 2/14 വരും ഒരു സെറ്റ്. അടുത്തത് ഈ കിട്ടിയതിനെ തന്നെ ഡബിൾ ആക്കിയാൽ മതി. 7ൻ്റെ ഡബിൾ 14 14ൻ്റെ ഡബിൾ 28 എന്ന് എഴുതാം. ഇനി 2ൻ്റെ ഡബിൾ 4 14ൻ്റെ ഡബിൾ 28. അപ്പോൾ സെയിം ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് കിട്ടും. Length of 96 centimeter is cut equally into 6 pieces. What is the length of one piece? 96/6 ചെയ്യുക. 16 ആണ് ആൻസർ കിട്ടുക. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. കറക്റ്റായിട്ട് മാച്ച് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് മാച്ച് ചെയ്യുക. 5/7. 5ൻ്റെ ഡബിൾ 10ഉം 7ൻ്റെ ഡബിൾ 14ഉം. അടുത്തത് B3 എന്ന് പറയുമ്പോൾ ഇത് ഇവിടേക്കാണ് മാച്ച് ചെയ്യുക. കാരണം 2ൻ്റെ ഡബിൾ 4ഉം 5ൻ്റെ ഡബിൾ 10. ഇനി അടുത്തത് ഇത് ഇങ്ങോട്ടേക്ക് മാച്ച് ചെയ്യുക. കാരണം 6ൻ്റെ ഹാഫാണ് 3, അതുപോലെ 22ൻ്റെ ഹാഫാണ് 11. ആ ഒരു രീതിയിൽ ചെയ്യാം. റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം. സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ചെറുതാക്കാൻ 2ൻ്റെ ടാബിൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇത് 42 72 വന്നു കഴിഞ്ഞാൽ വലിയ നമ്പർ ആയതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 42 72 വന്ന് ഇതിന് ഹാഫ് എടുക്കുക. 21/36. ഈ 21ഉം 36ഉം കണ്ടു പറ്റുമ്പോൾ ഇനി വീണ്ടും എന്ത് ചെയ്യാം? അതിനെ 3 കൊണ്ട് ഷോർട്ടാക്കാം. 3 കൊണ്ട് ഷോർട്ടാക്കുമ്പോൾ എന്ത് കിട്ടും? 3 × 7 ആണ് ഇവിടെ വരിക. അതുപോലെ തന്നെ 3 × 12 36. അപ്പോൾ 3 3 കട്ട് ചെയ്തിട്ട് 7/12. അല്ലെ ഡയറക്റ്റ് 6 × 7ഉം 6 × 12 അങ്ങനെ 7/12 കിട്ടും. ഇവിടെ 18ഉം 81ഉം 9ൻ്റെ ടാബിളിലെ നമ്പേഴ്സാണ്. 9 × 2ഉം 9 × 9ഉം ആണ്. ഈ 9 അങ്ങോട്ട് കട്ട് ചെയ്യുക. അപ്പോൾ 2/9 ആണ് ആൻസർ വരിക. 30 liters of coconut oil is filled in 9 identical bottles. How many liters of coconut oil is there in each bottle? How much coconut oil is there in 3 such bottles? അപ്പം നമുക്ക് ഇവിടെ വേണ്ടുന്നത് 30/9. 30/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 30 ആണുള്ളത്. അത് 9 ബോട്ടിലാക്കുമ്പോൾ 3 1/3 ആണ് ആൻസർ. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഹൗ മച്ച് ഓയിൽ ഈസ് ദർ ഇൻ 3 സച്ച് ബോട്ടിൽസ്. ഇതുപോലത്തുള്ള 3 ബോട്ടിൽ. അപ്പോൾ ഒരു ബോട്ടിൽ ഇത്രയാണ് ഉള്ളൂവെങ്കിൽ 3 ബോട്ടിൽ എന്തായിരിക്കും? 3 1/3 3 1/3 3 1/3 എന്ന് നോക്കിയാൽ മതി. അടുത്തത് അത് 10 ലിറ്റർ ആണ് വരിക കേട്ടോ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ദ ലാർജ് റെക്റ്റാങ്കിൾ ഇസ് മെയ്ഡ് ബൈ, അത് നമ്മുടെ നോക്കേണ്ട ബ്ലോക്കാണ്. ഇവിടെ എന്താ പറയുക, കട്ട വെച്ചിട്ടുള്ള സംഭവമാണ്. ബ്ലോക്ക് ഈസ് മെയ്ഡ് ബൈ സ്റ്റാക്കിംഗ് ക്യൂബ്സ് ഓഫ് സൈസ് 2 centimeter ഈച്ച്. എല്ലാം 2 centimeter ഉള്ളതാണ്. അപ്പം നമുക്കിതിൻ്റെ ലെങ്ത്ത് ബ്രെഡ്ത്തൊക്കെ മാറുന്നത് നോക്കാം. ഇപ്പം 2 2 2 അപ്പോൾ ഇവിടെ ഇപ്പോൾ 8 വരും. 2 2 2 ഇവിടെ 6 വരും. ലെങ്ത്ത് ബ്രെഡ്ത്ത് ഇങ്ങോട്ടേക്ക് 2 2 2 ഇവിടെയും 8 വരും. അപ്പം നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യം ഹൗ മെനി സ്മോൾ ക്യൂബ്സ് ആർ ദെയർ ഇൻ
ലാർജ് റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ഇതിൽ മൊത്തം എത്ര ക്യൂബ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അത് 48 ആണ്. 48 ക്യൂബ്സ് ഉണ്ട്. നിങ്ങൾ നോക്കേണ്ടത് ഇങ്ങോട്ടേക്ക് ഒരു എട്ടി നോക്കിയാൽ മതി. ഇങ്ങോട്ടേക്ക് 8 അല്ലേ. ഇവിടെ 4 ഉണ്ട്. ഇവിടെയും 4, ഇവിടെയും 4. അപ്പം 4 4 ആ ഒരു ഇതിൽ നോക്കിയിട്ട് അട്ടിക്കട്ടികൾ നോക്കിയാൽ മതി. ഓരോരോ അട്ടി നോക്കിയാൽ ഇവിടെ ഇപ്പോൾ 3 ഉള്ള അട്ടി. അപ്പോൾ 1 2 3 4 അത്ര അട്ടി ഉണ്ട് വരുന്നത് നോക്കാം. അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇനി വാട്ട് ഈസ് ദ വോളിയം ഓഫ് സ്മോൾ ക്യൂബ്? ഒരെണ്ണത്തിൻ്റെ ചെറുതിൻ്റെ കാണാൻ വേണ്ടി ഒരു പീസിൻ്റെ 2 × 2 × 2 ആണ്. അപ്പോൾ 8 വരും. 2 × 2 4 × 2 8. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ലാർജ് റെക്റ്റാങ്കുലർ ബ്ലോക്ക്? ലാർജ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് 8 എണ്ണം ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ വോളിയം 8 ആണ്. നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്താലും കിട്ടും കേട്ടോ. 8 × 8 64 × 6 അങ്ങനെയും ചെയ്യാം. 8 × 8 × 6 അങ്ങനെ ചെയ്യാം. ലെങ്ത്ത് ബ്രെഡ്ത്ത് ഹൈറ്റും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിൻ്റെ വോളിയം ഉണ്ട്. അങ്ങനെയുള്ള 48 ഉള്ളത് കൊണ്ട് 48 × 8 ചെയ്താലും കറക്റ്റ് ആൻസർ ആയിരിക്കും. The length and width of tank is 2 meter each. The tank contains 12,000 liters of water. What is the height of the tank in meters? അപ്പം നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ലെങ്ത്ത് ബ്രെഡ്ത്ത് ഹൈറ്റാണ് വോളിയം എന്ന് പറയുന്നത്. ലെങ്ത്ത് വിഡ്ത്ത് ഓഫ് ദ ടാങ്ക് 2 ആണ്. ഹൈറ്റ് തന്നിട്ടില്ല. അപ്പം നമ്മൾ എഴുതുമ്പം ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇതാണ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 × 2 × തന്നിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ വോളിയത്തിൻ്റെത് 12,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എച്ച് കാണുമ്പോൾ ഇവിടെ എച്ച് കാണുമ്പം നമ്മൾ എടുക്കുക ഈ 12,000/4 ആണ് എടുക്കുക. ആ 12,000/4നെ നമ്മൾ ആദ്യം ആ ലിറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ അത് 12 ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് കാണുന്നത്, എച്ച് കാണുന്ന സമയത്ത്, ഹൈറ്റ് കാണുന്ന സമയത്ത് h/2 × 2 അതായത് h = 12/4 എന്ത് വരുന്നത് 3 എന്ന് വരുന്നത്. ഇനി അടുത്തത് എൻ aquarium has 80 cm ലെങ്ത്, 20 cm width ആൻഡ് 25 cm ഹൈറ്റ്. വോളിയം കാണാൻ വേണ്ടിയിട്ടാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് 40,000 ആണ് വരിക. പിന്നെ വെൻ ക്യൂബ്സ് ഓഫ് സൈഡ് 10 cm ഈസ് ഇമേഴ്സ്ഡ് ഇൻ ദ അക്വേറിയം ഈസ് ഫിൽഡ്. അപ്പോൾ എന്ത് ചെയ്തു, ഇത് ഈ 10 cm ഉള്ള ഒരു ക്യൂബ് അതിനകത്ത് ഇട്ടപ്പോൾ എന്താ അക്വേറിയം ഇത് ഫുള്ളായി. അപ്പോൾ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് 10 cm 10 × 10 10,000 വരും. അപ്പോൾ ഹൗ മെനി വാട്ടർ ഈസ് ദെയർ ഇൻ ദ അക്വേറിയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ മൊത്തം ഉള്ളത് 40,000-നകത്ത് ഇത് അങ്ങോട്ടേക്ക് പുറത്ത് പോയല്ല, ഈ 1000 മൈനസ് ചെയ്താൽ നമുക്ക് 39,000 കിട്ടും. 39,000 എന്ന് പറഞ്ഞാൽ 39 ലിറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളം എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്, 39 ലിറ്ററാണ്. അപ്പോൾ എല്ലാവരും എക്സാം നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.